Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ആയിരുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിലെ മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഐഡിയാസുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം, എന്താണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരുന്നു, കൺസ്ട്രെയിൻസ് എങ്ങനെയാണ്, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. യെസ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സോൾവ് ദ ഫോളോവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? മിനിമൈസ് z is equals to 200x plus 500y subject to the constraints x plus 2y greater than or equals to 10, 3x plus 4y less than or equals to 24, and x greater than or equal to 0, y greater than or equal to 0. Okay, yes. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മിനിമൈസോ മാക്സിമൈസോ വരുന്ന കേസുകൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യാന്ന് പറയാം അല്ലേ. അപ്പോൾ ആ കേസിൽ വരുന്ന ഫംഗ്ഷൻ നമ്മൾ എന്താ വിളിക്കുക? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? 200x plus 500y. അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മിനിമം വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മിനിമം വാല്യൂ കണ്ടെത്തണം. ആ മിനിമം വാല്യൂ കണ്ടെത്താൻ സഹായിക്കുന്ന ലീനിയർ ഇനീക്വാളിറ്റീസ് കൺസ്ട്രെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽസ് ടു 10, 3x പ്ലസ് 4y ലെസ് ദൻ ഓർ ഈക്വൽസ് ടു 24, എക്സ് ഗ്രേറ്റർ ദൻ ഓർ 0, y ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0. യെസ്, അപ്പോൾ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഗ്രാഫിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്ന കേസുകൾ കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ലെസ് ദൻ ഓർ ഈക്വൽ ടു ആയാലും ശരി, ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ആയാലും ശരി, നമ്മൾ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? അതിന് ഈക്വൽ ടു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ എക്സ് പ്ലസ് 2y ഈക്വൽസ് ടു 10. ദെൻ നമ്മൾ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പൊ എക്സ് വൈ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്താ കിട്ടുക? 5. വൈക്ക് 0 കൊടുത്താൽ എന്താ കിട്ടുക? എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 10. അപ്പൊ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? 0,5, അതേപോലെ തന്നെ 10,0. നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് എടുക്കുക. 3x പ്ലസ് 4y ലെസ് ദൻ ഓർ ഈക്വൽസ് ടു 24. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം? 3x പ്ലസ് 4y ആണ് അല്ലെ. ഈക്വൽസ് ടു 24 എന്ന് പറയുന്ന രീതിയിൽ ആ കൺസ്ട്രെയിൻസിനെടുത്ത് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എക്സ് വൈ ഡിസിഷൻ വാരിയബിൾസ് എന്നാണ് പറയുക കേട്ടോ. എക്സിനും വൈനും വിളിക്കുന്ന പേരെന്താണ്? ഡിസിഷൻ വാരിയബിൾസ്. യെസ്, എക്സിന് 0 കൊടുക്കൂ. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 4y ഈക്വൽസ് ടു 24 അല്ലേ കിട്ടുക അല്ലെ. അപ്പോ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 6 കിട്ടും. ഇനി വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 8 കിട്ടും. സോ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആദ്യ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അപ്പൊ 0, 6 അല്ലെ. 0, 6. അടുത്ത പോയിന്റോ 8,0. ക്ലിയർ ആയല്ലോ? 0, 6, 8,0 ഇതാണ് റിക്വയർഡ് പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്തത് നമ്മൾ ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞതായിരുന്നു അല്ലെ. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ് ഇത് മീൻ ചെയ്യുന്നത്. എക്സ് ഗ്രേറ്റർ 0, വൈ ഗ്രേറ്റർ 0 മീൻ ചെയ്യുന്നത് എന്താണ്? ദ സൊല്യൂഷൻ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, യെസ്. അപ്പൊ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുമ്പോൾ യെസ്, ഫെയർ സൊല്യൂഷൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം നമുക്ക് ഗ്രാഫൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ ഷെയ്ഡിങ് പോർഷൻസ് വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം റിക്വയർഡ് ആയിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്ത് വരുന്ന ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, യെസ്. ഇത് ഒറിജിൻ ആണ്. ഇനി തന്നിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ഏതാ? 0, 5, 10, 0, 0, 6, 8, 0 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻസുകൾ 1, 2, 3, 4, 5, 6 എന്ന് എടുക്കാം. ഓക്കെ, സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതേപോലെ തന്നെ 1, 2, 3 കറക്റ്റ് സ്പേസിംഗിൽ എടുത്ത് കറക്റ്റ് രീതിയിൽ സ്കെയിലിംഗ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഡയമെൻഷൻ എടുത്ത് ചെയ്യുമ്പോഴാണ് ആ കോർണർ പോയിന്റ്സുകളും അതേപോലെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. യെസ്, അപ്പൊ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കാൻ ശ്രമിക്കണം.
8, 9, 10. ഓക്കെ, യെസ്. ഇത് തന്നിരിക്കുന്ന പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0, 5 ആണ്. സോ 0, 5 എന്ന് പറഞ്ഞ പോയിന്റ്. അടുത്ത ഏതാ, 10, 0. യെസ്. ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുക. 0, 5 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇത് 10, 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്യണ്ടേ? ഏതാണ്? എക്സ് പ്ലസ് 2y ഈക്വൽസ് ടു 10. ഓക്കെ, യെസ്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് നമ്മൾ നോക്കുക, 0, 6 അല്ലെ? 0, 6 ഈ പോയിന്റ് ആണ്. ദെൻ 8, 0 ഈ പോയിന്റ് ആണ്. യെസ്, വേറെ നമുക്ക് വരയ്ക്കാം 0, 6 അല്ലെ? ഈ പോയിന്റ്. ദെൻ 8, 0. അപ്പൊ ആ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ യെസ്, ആ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? 3x plus 4y ഈക്വൽസ് ടു 24. യെസ്, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അപ്പൊ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ആ ഇന്റർസെക്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്നത് 4,3 ആയിരിക്കും പോയിന്റ് കിട്ടുന്നുണ്ടായിരിക്കുക. കറക്റ്റ് സ്കെയിലിംഗ് എടുത്ത് വരച്ച് നോക്കണം. ഇപ്പൊ 4,3 എന്ന് പറഞ്ഞ പോയിന്റിലോട്ടായിരിക്കും നമ്മൾ ഇതിണ്ടായിരിക്കുക ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ആ കോർണർ പോയിന്റ്സ് മാത്രമാണ് നമുക്ക് അവിടെ കാണിക്കേണ്ട, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രമാണ് നമുക്ക് അവിടെ കാണിക്കേണ്ടി വരിക. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ 4,3 എന്ന് എഴുതി. കറക്റ്റ് സ്കെയിലിംഗ് എടുത്ത് വരയ്ക്കുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് പോയിന്റ്സിൽ ഏതൊക്കെയാ? 0, 6, 0, 5, അതേപോലെ 8, 0, 10, 0 അടയാളപ്പെടുത്തി കറക്റ്റ് ആയിട്ടുള്ള സ്കെയിലിംഗ് എടുത്ത് നമുക്ക് നോക്കൂ. 4, 3 എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇന്റർസെക്റ്റിംഗ് ചെയ്യുക രണ്ട് ലൈൻസുകൾ അല്ലെ? യെസ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫിക്കലി നമുക്ക് വരയ്ക്കുമ്പോൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അറ്റ് എ ടൈം എക്സിനും വൈക്കും സീറോസ് അപ്ലൈ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യാൻ നമ്മൾ നോക്കും അല്ലെ? അപ്പൊ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എടുക്കുക. ഏതാണ്? എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അറ്റ് എ ടൈം എക്സിനും വൈക്ക് സീറോ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. റോങ് ആണെങ്കിൽ ആ കൺസ്ട്രെയിന്റ് ഏതാണോ, ശരിയല്ലേ, ആ കൺസ്ട്രെയിന്റ് ഏതാണോ അതിൽ നിന്ന് ആ ലൈൻ നമ്മൾ എവിടെയാണോ വരച്ചിരിക്കുന്നത്, അപ്പൊ ടുവേർഡ്സ് ഒറിജിൻ ഷെയ്ഡ് ചെയ്യരുത്, എവേ ഫ്രം ദ ഒറിജിൻ. അതായത് ആ ലൈനിന്റെ മുകളിലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഷെയ്ഡ് ചെയ്യാൻ. കാരണം നമ്മൾ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ലൈൻ ഏതായിരുന്നു? എക്സ് പ്ലസ് 2y, ഈ ഗ്രീൻ കളർ ലൈൻ ആയിരുന്നു അല്ലെ? അപ്പൊ അതെന്താണ്? ഈ കണ്ടീഷൻ റോങ് ആണ്. സോ ടുവേർഡ്സ് ഒറിജിൻ അല്ല, എവേ ഫ്രം ദ ഒറിജിൻ. അതായത് ആ ലൈനിന്റെ മുകളിലോട്ട് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, യെസ്, യെസ്, ഷെയ്ഡ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ. അടുത്ത കൺസ്ട്രെയിന്റ് ഏതാണ്? 3x plus 4y less than or equal to 24. പറ്റിയ ടൈം 0, 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 24 എന്ന് കിട്ടും. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കൺസ്ട്രെയിന്റ് എടുക്കുക. ആ കൺസ്ട്രെയിന്റ് നമ്മൾ ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 3x plus 4y ഈക്വൽസ് ടു 24. അത് ട്രൂ ആണ്. അപ്പൊ ടുവേർഡ്സ് ഒറിജിൻ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. പടിയിലോട്ടായിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടി വരിക അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നുണ്ടായിരിക്കുക? യെസ്, കോമൺ റീജിയൻ ഏതായിരിക്കും? ഇതായിരിക്കും കോമൺ റീജിയൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ കോമൺ റീജിയന്റെ കോർണർ പോയിന്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? ഏതൊക്കെയാണ് ആ കോർണർ പോയിന്റ്സുകൾ എന്ന് പറയുന്നത്? യെസ്, ഏതൊക്കെയാണ്? 0, 5, 0, 6, 4, 3. അതാണ് കൊടുത്തിരിക്കുന്നത്. 0, 5, 0, 6, അതേപോലെ 4, 3 ആണ് എന്ത്? ആ ഷെയ്ഡഡ് പോർഷന്റെ കോർണർ പോയിന്റ്സുകൾ. അപ്പൊ ആ ഷെയ്ഡ് പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ആൻസർ ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി പോർഷൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ ഞാൻ എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർണർ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ നമ്മൾ അതിൽ വ്യക്തമായിട്ട് കാണിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ കോർണർ പോയിന്റ്സ് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യണം അല്ലെ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതായിരുന്നു? യെസ്, z is equal to 200x plus
500y. ഓക്കെ, ഇപ്പൊ കോർണർ പോയിന്റ്സുകൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കോർണർ പോയിന്റ് ഏതാണ്? 0.6 ഉണ്ട്, 0.5 ഉണ്ട്, 4.3 ഉണ്ട് അല്ലെ. ഇപ്പൊ 0.5 അത് നമുക്ക് കോർണർ പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യാം. അടുത്ത ഏതാണ്? 4.3. അടുത്ത ഏതാണ്? 0.6. ഓക്കെ, 0.5, 4.3, 0.6, which is equals to 200 into 0 plus 500 into 5. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 2500. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പോയിന്റ് ഏതാണ്? 4.3. സോ 200 into 4 plus 500 into 3, which is equals to 2300 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? യെസ്. അടുത്തത് 0.6 ആണ്. സോ z is equals to എത്ര കിട്ടും? 200 into 0 plus 500 into 6. ആൻസർ ഈസ് 3000. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് മിനിമൈസ്, മിനിമം വാല്യൂ ആണ് കണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ അല്ലെ. മിനിമം വാല്യൂ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 2300. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2300 ആണ്. അത് കിട്ടുന്നത് എവിടെയാണ്? 4.3 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ മിനിമം വാല്യൂ ഓഫ് z is equal to 2300 അറ്റ് ഏത് പോയിന്റിലാണ്? 4.3. യെസ്, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സോൾവ് ദ ഫോളോവിങ് പ്രോബ്ലം ഗ്രാഫിക്കലി, മിനിമൈസ് ആൻഡ് മാക്സിമൈസ് z ഈക്വൽ ടു 3x പ്ലസ് 9y. അതായത് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കാണണം, മാക്സിമം വാല്യൂ കാണണം. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് x plus 3y less than or equal to 60, x plus y greater than or equals to 10, x less than or equals to y, x greater than 0, y greater than or equal to 0. ഇത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് എന്താണ്? സൊല്യൂഷൻ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. യെസ് അല്ലെ. ഇത് നമ്മൾ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഈക്വൽ ടു ആയിട്ടല്ലേ നമ്മൾ ഇക്വേഷൻസ് എടുക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? x plus 3y ഈക്വൽ ടു 60. അടുത്ത കൺസ്ട്രെയിൻറ്റോ x plus y ഈക്വൽസ് ടു 10. അടുത്തത് x ഈക്വൽസ് ടു y. x ഈക്വൽസ് ടു വൈയുടെ ഗ്രാഫ് എങ്ങനെയാ പോകുന്നുണ്ടായിരിക്കുക? എക്സിന് ഏത് വാല്യൂ എടുത്താലും 0 തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് എക്സിന് 0 കൊടുക്കുന്നു, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, വൈക്ക് 0 കൊടുക്കുന്നു, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതല്ലാതെയുള്ള ഏത് പോയിന്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എളുപ്പത്തിന് ഒരു ഈസി മെത്തേഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിനും വൈക്കും 0 കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പോയിന്റ്സുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ x ഈക്വൽസ് ടു y എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും വൈയുടെ വാല്യൂ അത് തന്നെ ആയിരിക്കില്ലേ അല്ലെ. സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ലെ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ആണ് x ഈക്വൽ ടു വൈക്ക് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നുണ്ടായിരിക്കും? അല്ലെ. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ x plus 3y equal to 60. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 3y equals to 60 or y is equals to 20 എന്ന് കിട്ടും. ശരിയല്ലേ? എക്സിന് 0 കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y equals to 20 കിട്ടും. സോ പോയിന്റ് ഈസ് 0,20. ഇനി അടുത്തത് ഇതിൽ തന്നെ വൈക്ക് 0 കൊടുക്കൂ. അപ്പൊ x ഈക്വൽ ടു 60 കിട്ടും. സോ 60,0 ആണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. യെസ്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ എക്സിന് 0 കൊടുക്കുക. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 10 കിട്ടും എക്സിന് 0 കൊടുക്കുമ്പോൾ. അപ്പം 0,10 എന്ന് പറയുന്നത് ഒരു പോയിന്റ്. അടുത്തത് ഇവിടെ തന്നെ വൈക്ക് 0 കൊടുക്കൂ. അപ്പൊ എന്താ കിട്ടുക? എക്സിന് 10 കിട്ടും. സോ 10,0 എന്ന് പറയുന്നതായിരിക്കും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്.
അതേപോലെ തന്നെ എക്സ് ഈക്വൽസ് ടു വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എക്സ് ഈക്വൽസ് ടു വൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എക്സിന് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് വൈയുടെ വാല്യൂ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാസിംഗ് ത്രൂ എന്തായിരിക്കും, ഒറിജിൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സ് ആക്സിസും വൈ ആക്സിസും ആദ്യം വരയ്ക്കുക, ഒറിജിൻ നമ്മൾ മെൻഷൻ ചെയ്യുക. ദെൻ ലിമിറ്റ്സ് നമ്മൾ എടുക്കുന്നത്, ഡിവിഷൻസ് നമ്മൾ എടുക്കുന്നത് 5, 10, 15 എന്നുള്ള രീതിയിൽ എടുത്തോളൂ. 5, 10, 15, 20 നമുക്ക് അഡ്മിസിബിൾ ആയ രീതിയിൽ എടുക്കാം കേട്ടോ. 30, 35, 40, 45, 50, 55, 60. ഓക്കെ, യെസ്, കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ് ആക്സിസിനെ. അതേപോലെ വൈ ആക്സിലും ഇത് എടുക്കുക. 5, 10, 15, 20, 25, 30, 35, 40. നമുക്ക് വൈയിൽ വരുന്ന വാല്യൂസുകൾ മാക്സിമം എത്ര വരുന്നത്, 10 വരുന്നുണ്ടായിരിക്കും, 20 വരുന്നുണ്ടായിരിക്കും അല്ലേ. യെസ്, അപ്പം അത്രയല്ലേ വരുന്നുള്ളൂ. അപ്പം അനുസരിച്ച് നമ്മൾ എഴുതുക. ദെൻ ഈക്വൽ ആയിട്ട് തന്നെ പോകണം കേട്ടോ. എക്സ് ആക്സും വൈ ആക്സും ഒക്കെ സെയിം ഡിവിഷനിൽ തന്നെ എഴുതണമെന്നേ ഉള്ളൂ. നമ്മൾ പോയിന്റ്സുകൾ നോക്കുക. എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 20 ആണ് കിട്ടിയത് അല്ലേ, ഈ പോയിന്റ്. അടുത്ത 60, 0 എന്ന് പറയുമ്പോൾ ഏത് പോയിന്റാണ് വരിക, യെസ് ഈ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ്സ് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. യെസ്, ലൈൻ വരയ്ക്കുക. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. എന്താണ് എഴുതിയത്, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. അടുത്ത ലൈൻ എടുക്കുക. അടുത്ത ലൈൻ നമ്മൾ പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്തു അല്ലേ. 0, 10 ആൻഡ് 10, 0. അപ്പൊ ഏതാ പോയിന്റ് മതി അല്ലേ. 10, 0 എന്ന് പറയുന്നത് എന്താണ്, 0, 10. ഓക്കെ, അപ്പൊ അതിന്റെ സൊല്യൂഷൻ, അതിന്റെ ഇക്വേഷൻ നമ്മളോട് എഴുതണം. എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 10. ഇനി നമ്മൾ അടുത്തൊരു കൺസ്ട്രെയിന്റ് കൂടി ഉണ്ട്. ഏതാണ്, എക്സ് ലെസ് ദൻ ഓർ ഈക്വൽസ് ടു വൈ അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ ആയിട്ട് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞത്. എക്സിന് ഏത് വാല്യൂസ് എടുത്താലും വൈയുടെ വാല്യൂ സെയിം ആണ്. സോ ഗ്രാഫ് എന്തായിരിക്കും, ഇതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് എക്സ് ഈക്വൽസ് ടു വൈ എന്ന് പറയുന്നത്. യെസ്, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ സൊല്യൂഷൻ കിടക്കുന്ന റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യണം അല്ലെ. ഇവിടെ നോക്കുക. ഫസ്റ്റ് കൺസ്ട്രെയിനില് എക്സ് പ്ലസ് 3y ഏതാണ്, ലെസ് ദൻ ഓർ ഈക്വൽ ടു 60. ഇതില് അറ്റ് എ ടൈം 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 പ്ലസ് 0 ലെസ് ദൻ ഓർ ഈക്വൽ ടു 60, 0 ലെസ് ദൻ ഓർ ഈക്വൽ ടു 60 കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ടുവേർഡ്സ് 0 നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെ. അപ്പൊ ടുവേർഡ്സ് ഒറിജിൻ നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ലൈനിന്റെ അടിയിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിരിക്കുക, ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ശരിയല്ലേ, യെസ്. ഇനി അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന അടുത്ത കൺസ്ട്രെയിന്റ് ഏതായിരുന്നു, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലേ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എവിടെയാണ് വരിക എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് എ ടൈം എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പൊ 0 പ്ലസ് 0 ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 10, 0 ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 10 സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലൈൻ എടുക്കുക, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 10 അല്ലെ. അതേതായിരുന്നു, ഈ ലൈൻ ആയിരുന്നു അല്ലെ. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 10 അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ടുവേർഡ്സ് ഒറിജിൻ അല്ലെ, എവേ ഫ്രം ദ ഒറിജിൻ, ആ ഗ്രാഫിന്റെ മുകളിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയ്ഡിങ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അതേപോലെ അടുത്ത കൺസ്ട്രെയിന്റ് ഏതാ, എക്സ് ലെസ് ദൻ ഓർ ഈക്വൽസ് ടു വൈ. അറ്റ് എ ടൈം നമ്മൾ 0 അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് എവിടെയായിരിക്കും, മുകളിലോട്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഇതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നുണ്ടായിരിക്കുക, ഇതായിരിക്കും കോമൺ റീജിയൻ എന്ന് പറയുന്നത്. യെസ്, അതിന്റെ ഫെയർ സൊല്യൂഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും, ഫെയർ സൊല്യൂഷൻസ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ കോർണർ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. ഈ ഒരു കോർണർ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഈ കോർണർ പോയിന്റ് നോക്കൂ, ഇത് 15. ക്ലിയർ അല്ലേ. എക്സ് കോർഡിനേറ്റ് എന്താ വരുന്നുണ്ടായിരിക്കുക, 15. വൈ കോർഡിനേറ്റ് എന്താ വരുന്നുണ്ടായിരിക്കുക, അഗെയിൻ 15. അപ്പൊ 15,15 ആണ് ഈ കോർണർ പോയിന്റ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ കോർണർ പോയിന്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ ഏതൊക്കെയാണ്,
0 10 വരുന്നുണ്ടായിരിക്കും, 5 5 വരുന്നുണ്ടായിരിക്കും അല്ലെ. ഈ ഒരു പോയിന്റും കൂടി നമുക്ക് ഇവിടെ യെസ് ഇത് 5 ഇത് 5 ആണ് അല്ലെ. സോ 5,5 ഓക്കെ യെസ്. അപ്പോൾ 5,5 15,15 0,20 ഇതാണ് ഈ ഫീസിബിൾ റീജിയന്റെ റിക്വയർഡ് സൊല്യൂഷൻ വരുന്ന റീജിയന്റെ കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ കോർണർ പോയിന്റ്സ് നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്യുക? തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാം. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? z ഈക്വൽസ് ടു 3x പ്ലസ് 9y. കോർണർ പോയിന്റ്സ് ഓക്കെ. കോർണർ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? 5 5 0 10 15 15 0 20 ഓരോന്നായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ 0 10. അടുത്തൊരു കോർണർ പോയിന്റ് ഏതാണ്? 5 5. ഓരോ കോർണർ പോയിന്റ്സുകൾ എഴുതുകയും വേണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂസുകൾ കണ്ടെത്താനായിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കണം അല്ലെ. അടുത്ത എത്രയാണ്? 15,15. അടുത്ത വാല്യൂ വരുന്നത് യെസ് 0,20. നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്കും ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 0 വൈയുടെ സ്ഥാനത്ത് 10 അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നോക്കൂ? z is equals to 3 into 0 plus 10 into 9. ക്ലിയർ അല്ലേ? യെസ് 90. യെസ് 90. അടുത്തത് 5,5 അപ്ലൈ ചെയ്യാം. z is equals to 3 into 5 plus 9 into 5 60. ക്ലിയർ ആണോ? ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി കേട്ടോ. അടുത്തത് 15,15 അപ്ലൈ ചെയ്യുമ്പോൾ z is equals to 3 into 15 plus 9 into 15. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180. Again z is equals to 3 into 0 plus 20 into 9 equals to 180. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു? യെസ് മിനിമം വാല്യൂം കാണണം, മാക്സിമം വാല്യൂം കാണണം അല്ലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന കോർണർ പോയിന്റ്സുകൾ നമ്മൾ കണ്ടെത്തിയ കോർണർ പോയിന്റ്സുകൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം എത്ര വരുന്നത്? 60 ആണ് അല്ലെ. അപ്പൊ അതാണ് മിനിമം വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ മിനിമൈസ് എന്ന് പറഞ്ഞതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് മാക്സിമൈസ്? മാക്സിമം വാല്യൂ കൂടി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം വാല്യൂസ് എന്ന് പറയാൻ ഏതൊക്കെ വരുന്നുണ്ടായിരിക്കും? ഇവിടെ നോക്കൂ 60 90 180 180 180 അല്ലേ വരുന്നുണ്ടായിരിക്കുക മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ മാക്സിമം എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ ഒപ്റ്റിമം സൊല്യൂഷൻസ് വരുന്നുണ്ട് അല്ലേ? യെസ്. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മിനിമം 60 ആണ് അറ്റ് 5,5, മാക്സിമം 180 ആണ് ഏതൊക്കെ പോയിന്റ്സിലാ? 15,15ലും 0,20ലും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് അവിടെ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? യെസ് യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാക്സിമം മിനിമം വാല്യൂ കണ്ടെത്താനുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം മിനിമം വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക, അതിന്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലംസുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.